ബി.ജെ.പി. ഭാരവാഹിത്വവും പ്രാഥമിക അംഗത്വവും രാജിവെച്ച പ്രമുഖ ചലച്ചിത്ര നടൻ ദേവൻ തമിഴ്നാട് ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകം പാർട്ടിയിലേക്ക് കടക്കുന്നു. ടി.വി.കെയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി നടൻ ദേവൻ ചുമതല ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ടി.വി.കെ തമിഴ്നാട് നേതൃത്വവും ദേവനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. സെപ്റ്റംബർ 10 ശേഷം ചെന്നൈയിലെത്തി ടി.വി.കെ പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ വിജയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. നടി പ്രിയങ്കയുടെ മധ്യസ്ഥതയിലാണ് ടി.വി.കെ നേതാക്കൾ ദേവന്റെ വീട്ടിലെത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ടി.വി.കെയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന പ്രിയങ്ക വഴിയാണ് പാർട്ടി നേതൃത്വം ദേവനുമായി ബന്ധപ്പെട്ടത്. ബി.ജെ.പി. വിട്ടതിന് പിന്നാലെ ടി.വി.കെ നേതാക്കൾ നേരിട്ട് വിളിച്ചെങ്കിലും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്നാണ് പ്രിയങ്ക വഴി കൂടിക്കാഴ്ചയ്ക്ക് വഴി തുറന്നത്. ചാലക്കുടിയിലെ വീട്ടിൽ വെച്ച് 3 മണിക്കൂറോളം നീണ്ട വിശദമായ ചർച്ചകളാണ് നടന്നത്. അതിനുശേഷമാണ് ചെന്നൈയിലേക്കുള്ള പാർട്ടിയുടെ മറ്റുന്നത നേതാക്കളുമായി ഗൂഗിൾ മീറ്റ് വഴിയും ദേവൻ സംവദിച്ചത്. കേരളത്തിൽ ടി.വി.കെയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയാണ് നേതാക്കൾ ദേവന് മുൻപിൽ ഔദ്യോഗികമായി വെച്ചു നീട്ടിയത്. ബി.ജെ.പി. ഭാരവാഹിത്വവും അംഗത്വവും ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് നടൻ ദേവനെ പിന്തിരിപ്പിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെങ്കിലും അതെല്ലാം നിരസിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചു. ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാനമായ മാനാർജി ഭവനിലേക്ക് രജിസ്റ്റേർഡ് തപാൽ വഴിയാണ് ദേവൻ തന്റെ ഔദ്യോഗിക രാജിക്കത്ത് അയച്ചു കൊടുത്തത്. മുൻപ് തന്നെ രാജി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കത്ത് കൈമാറിയത്. അതേസമയം തമിഴക വെട്രിക്കഴകത്തിൽ പ്രവേശിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല താൻ ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവൻ ബി.ജെ.പിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടാൻ ടി.വി.കെ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും മറ്റൊരു പാർട്ടിയിലായിരുന്നതിനാലാണ് മുൻപ് ചർച്ച നടത്താതിരുന്നതെന്നാണ് ടി.വി.കെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ടി.വി.കെ പ്രസിഡന്റും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ വിജയുമായുള്ള ദേവന്റെ നിർണായക കൂടിക്കാഴ്ച സെപ്റ്റംബർ 10 ശേഷം ചെന്നൈയിൽ വെച്ച് നടക്കും. സെപ്റ്റംബർ 8 വരെ തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടരുന്നതിനാലാണ് കൂടിക്കാഴ്ച നീളുന്നത്. തമിഴ് സിനിമാ ലോകത്ത് 6ഓളം ചിത്രങ്ങളിൽ വിജയ്ക്കൊപ്പം നായകനായും വില്ലനായും ഒന്നിച്ച് അഭിനയിച്ച ദീർഘകാലത്തെ അടുത്ത വ്യക്തിബന്ധം തങ്ങൾ തമ്മിലുണ്ടെന്ന് ദേവൻ ഓർമ്മപ്പെടുത്തി. ഈ വ്യക്തിപരമായ സൗഹൃദവും പരസ്പര ബഹുമാനവുമാണ് രാഷ്ട്രീയ തലത്തിലെ പുതിയ സഹകരണത്തിന് വലിയ കരുത്താകുമെന്ന് വിലയിരുത്തപ്പെടുന്നത്. വിജയുമായി നടത്തുന്ന നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ടി.വി.കെയുടെ കേരള സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ച അന്തിമ തീരുമാനവും ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാവുക. തമിഴ്നാടിന് പുറമെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി ഘടകങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വലിയ പദ്ധതിയിലാണ് ടി.വി.കെ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ വിവിധ പ്രമുഖരുമായി ടി.വി.കെ നേതൃത്വം സമ്പർക്കം പുലർത്തുന്നുണ്ടായിരുന്നു. 3 മാസം മുൻപേ ടി.വി.കെയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച നടി പ്രിയങ്ക വഴിയാണ് ബി.ജെ.പി. വിട്ട ദേവനെ ടി.വി.കെ പ്രതിനിധികൾ സമീപിച്ചത്. കേരളത്തിൽ ഉചിതമായ രാഷ്ട്രീയ സഖ്യ സാധ്യതകളും ടി.വി.കെ പരിശോധിച്ചു വരികയാണ്. ദേവന്റെ ടി.വി.കെ പ്രവേശനവും സെപ്റ്റംബർ 10 വിജയുമായുള്ള കൂടിക്കാഴ്ചയും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്.